നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ ഞങ്ങൾ കളർ പൗഡറിലാണ് അത്തപ്പൂ ഇട്ട്. ഏതാണ്ട് കുറച്ച് സമയം എടുത്തത്, സമയം പിടിച്ച് തന്നെയാണ് ഇട്ട്. കളർ പൗഡറിനെക്കാട്ടിലും പൂക്കളം പോയി ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഓണമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. മിക്കവാറും ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടാൻ പോകുന്നത് വ്ളോഗായിട്ട്. ഇന്ന് എങ്ങനെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നതെന്നൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓണം ലുക്ക് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇതാണ് എൻ്റെ ഒരു ഓണം ലുക്ക്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഹാപ്പൂസും റെഡി ആയ ട്രിപ്പാണ്. ഇനി ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരും ഓൺ ദ വേ ആണ് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ഫ്രണ്ട് വന്നായിരുന്നു. ഞങ്ങൾ അത്തപ്പൂ ഇട്ടായിരുന്നു. രാവിലെ ഉറക്കം കഴിച്ചിട്ട് അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. കുറേ സമയം എടുത്തു. പിന്നെ നമ്മളെ കഥ പറച്ചിലും ആസ് യൂഷ്വൽ ഉള്ള ഗോസിപ്സൊക്കെ പറഞ്ഞ് നമ്മൾ അത്തപ്പൂടൊക്കെ വരുന്നു രാവിലത്തെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞു പുള്ളിക്കാരി റെഡിയാകാൻ പോയിരിക്കുകയാണ്. റെഡിയായി അപ്പോൾ അവർ ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത്തപ്പൂവിൻ്റെ ഒരു ഓവർലുക്ക് കാണിക്കാം ഗൈസ്. ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അത്തപ്പൂക്കളം ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം നമ്മൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അത്തപ്പൂ ഇട്ട് കഴിഞ്ഞ കേസ്. ഇതാണ് അത്തപ്പൂവിൻ്റെ ഓവർലുക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂവല്ല, ഞങ്ങൾ കളർ പൗഡർ കൊണ്ടാണ് അത്തപ്പൂ ഇട്ട. സോറി, കളർ അത്തപ്പൂ എന്ന് പറയാൻ പറ്റത്തില്ല, പൂക്കളം എന്ന്. കളം, യെസ്. അതുകൊണ്ട് ഇവിടെ പൂക്കൾ ഒന്നും അധികം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കളർ പൗഡറിൽ ഒതുക്കാം എന്ന് വിചാരിച്ചു. ഒരുവിധം തട്ടിക്കൂട്ടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് നിഗമനം. അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എല്ലാം റെഡിയായി. രണ്ടാളും അപ്പുറത്തെ റൂമിലാണ്. ഞാനിവിടെ നിന്നിട്ട് വ്ലോഗ് എടുക്കുകയാണ്. ഒരാൾ ഇവിടെ കിടന്നില്ല, ആട്ടിക്കൂടി ഉറക്കമാണ്. റെഡിയൊക്കെ ആയി, പാപ്പൊക്കെ കുടിച്ചിട്ട് സുഖം ഉറക്കമാണ് ഇവിടെ കിടന്നു. കയ്യൊക്കെ അനങ്ങളുണ്ട്. ഇപ്പം എനിക്കുമായിരിക്കും പകുതി ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കുട്ടി. അങ്ങനെ ഫ്രണ്ട്സ് വന്ന് കുറച്ച് നേരം ഞങ്ങൾ ഓണക്കഥകളൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഓണം എന്താണ്, ഹിസ്റ്ററി എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ഞങ്ങൾ സദ്യ വിളമ്പാൻ തുടങ്ങി. ഇവിടെ ബ്രൗൺ ഷുവയിൽ ഓണപരിപാടി ഉണ്ട്. ഞങ്ങൾ ഇത്തവണ ഹാപ്പി കുഞ്ഞായതുകൊണ്ട് പോകണ്ടെന്ന് വെച്ച്, കാരണം ഓവർ ക്രൗഡഡ് ആയതുകൊണ്ട് പോകണ്ടെന്നാണ് വെച്ചേ. അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്ക് ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് അവിടെ പോയി ഓണപ്പരിപാടി അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത്തവണ ഏതാണ്ട് ഒരു 100 മെമ്പേഴ്സിന് കൂടുതൽ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ സദ്യയൊക്കെ വിളമ്പുമ്പോഴാണ് നാട്ടിലത്തെ നൊസ്റ്റി ഫീൽ വരുന്നത്. ഊഞ്ഞാൽ ആടാൻ തോന്നുന്നു, പിന്നെ അത്തപ്പൂക്കളം. ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഗ്യാങ് ആയിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അത്തപ്പൂക്കളമൊക്കെ ഇടുന്ന ഒരു സെറ്റപ്പ് വന്നത്. അതിന് മുമ്പ് വീട്ടിലിടുമായിരുന്നു, പക്ഷെ അതിലെ ഗ്യാങ് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലെ ആൾക്കാർ മാത്രം. പിന്നെ ലൈക്ക് എന്താ പറയുക, ഊഞ്ഞാലൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പം ഈ ഊഞ്ഞാലൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ സൈഡിൽ ഇതൊന്നും ചെയ്യാറില്ലല്ലോ. ആദ്യമായിട്ടാണ് അവർ ഇത്രയും കറികളും ചോറും വെച്ച് വാഴയിലേക്ക് കഴിക്കുന്നത്. ആലോചിച്ചായിരിക്കും ഇവിടെ ഒരാൾ കിടക്കുന്നത്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പോയി കഴിക്കാവേ. അങ്ങനെ സദ്യ വിളമ്പി കഴിഞ്ഞ് ഇനി കഴിക്കാൻ റെഡി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരിപ്പാ. സാരി ഉടുത്തിട്ട് താഴെ കാലും മടക്കി ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പൊസിഷനിലിരുന്ന് കഴിക്കാൻ നോക്കി. പക്ഷെ അതും ഒരുപാട് നേരം ഇങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. എനിക്കിരിക്കാൻ പറ്റില്ല ഇങ്ങനെ. പിന്നെ എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പുളിയിഞ്ചിയാണ്. ഞാൻ വീണ്ടും പുളിയിഞ്ചി വിളമ്പി കഴിച്ചുകൊണ്ടിരുന്നു കുറേ നേരം. ഫുഡ് നേരെ ഇരുന്ന് കഴിക്കാനും പറ്റുന്നില്ല, എന്നാൽ മതിയെന്ന് പറഞ്ഞ് കഴിക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയായിരുന്നു. അവസാനം ഈ പൊസിഷനിലെത്തി. എന്നിട്ടിപ്പോൾ കെട്ടിയ വന്ന് അടുത്ത് നിൽക്കാൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പുളിയിഞ്ചിയും കഴിച്ച് എണീക്കാൻ പറ്റാതെ ഇവിടെ തന്നെ ഇരിപ്പാണ് ഞാൻ. അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പാർക്കിൽ പോവുകയാണ് ഗൈസ്. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയി ഒന്ന് ചില്ല് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നേരം. പിന്നെ ഇന്നേ ഈ കോലത്തിൽ കാണാൻ പറ്റത്തുള്ളൂ.
പിന്നെ നാളെ ആയിക്കഴിഞ്ഞാൽ ആ സ്ഥിരം കോലമായിരിക്കും. അതുകൊണ്ട് ഈ മുതലിനൊക്കെ ഇന്ന് മാത്രമേ ഈ കോലത്ത് കാണാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ പാർക്കിൽ പോയി കുറച്ച് ചില്ലാവാം എന്ന് വെച്ചു. യെസ്, അവരതാ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. യാ, സോ നമ്മൾ എവിടെയും ഐ തിങ്ക് ഒരു 10 മിനിറ്റ് വരും. 10 മിനിറ്റ് ഓർ 5 മിനിറ്റ്സ്. യാ, ഓണൊക്കെ അടിപൊളിയായിരുന്നു. സദ്യ കഴിച്ച് വയറ് ഫുള്ളായി. നടക്കാൻ പറ്റാതെയാണ് നടക്കണേ. ഉറക്കവും വരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് വേണം അടിപൊളിയായിട്ട് ഉറങ്ങാൻ. ഇതാണ് ഗാർഡൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് കേട്ടോ. ഇവിടെ നമുക്ക് അകത്ത് പോകാൻ പറ്റത്തില്ല. ഇത്രേ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഓരോരോ ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ സെപ്പറേഷൻസ് ഉണ്ട്, കുറച്ച് ഭാഗം വെച്ച് ഒത്തിരി ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ് ഇത് ഈ കാണുന്നത്. നിങ്ങൾ ഇത്ര മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ. പക്ഷെ അവിടെ ഒന്നും നമ്മൾ അകത്ത് പോയി വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല. ഇതേപോലെ പുറത്തു നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ഈ ഗാർഡൻ്റെ അകത്തൊക്കെ ചുറ്റി നോക്കിയിട്ട് കുറേ നല്ല ക്ലിക്സ് എടുത്തു. പിന്നെ ഡാൻസ് കളിക്കുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ആയിട്ട് സമയം കുറേ അങ്ങ് പോയി. ബൈ ബൈ അപ്പടാ ബൈ. അങ്ങനെ ഞങ്ങളെ ഗാർഡൻ വിസിറ്റൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഓണമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്നു കുട്ടിയെ. വീടെത്താറായി. ഇതിൻ്റെ അകത്താണ് കേട്ടോ ഗാർഡൻ. ഞാൻ ഈ ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ ഞാൻ ഈ ഗാർഡനിലുള്ള വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അത്ര നമുക്ക് എടുക്കാനും പറ്റൂല. അങ്ങനെ സക്സസ്ഫുള്ളി 2025 ഓണം അടിപൊളിയായിട്ട് നമ്മൾ തീർത്തു. അത്തപ്പൂക്കളവും കളറൊക്കെ അതും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒത്ത് ലഞ്ചും സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. കഴിച്ചു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നു. ഗാർഡനിലൊക്കെ പോയി കുറച്ചും ചില്ലൊക്കെ ചെയ്ത് മണി ഇപ്പം വൈകുന്നേരം 6 മണി 6:30 എന്തോ ആയെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്ത് 6:30 കാണാൻ പറ്റുന്നുണ്ടോ? 6:31. അപ്പം ഞങ്ങളിനി നേരെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. യാ, അപ്പോൾ ബൈ ബൈ ഓൾ, സീ യു. ബൈ 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 ബൈ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ ഓണം വിശേഷം. ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. നിങ്ങളും ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ടാറ്റാ, ബൈ.